ഇനി അടുത്തത് ഒരു ഡേയിൽ എങ്ങനെ നമുക്ക് വർക്കൗട്ട് ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇതിൽ ഈ സെഡ് മാർക്ക് ഉണ്ടോ, ഡിസ്ക്രിപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ആഡ് വർക്കൗട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആഡ് വർക്കൗട്ട് കൊടുക്കുക. നിങ്ങളുടെ ഗാലറിയിൽ വർക്കൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ഈ ക്രിയേറ്റ് ന്യൂ വർക്കൗട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഈ കോപ്പി ഫ്രം അതർ ഡേയ്സ് പ്രോഗ്രാമിങ് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ വേറൊരു കോപ്പി ഇല്ല, നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കണം. അപ്പൊ ആദ്യത്തെ പ്രോഗ്രാം എന്താണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഈ ക്രിയേറ്റ് ഫ്രം എക്സസൈസ് ഗാലറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എക്സസൈസ് ഗാലറിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ വർക്കൗട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ മുകളിലെ മറ്റേ ഷീൽഡിന്റെ ചിഹ്നം കണ്ടോ, അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി ഉള്ള വർക്കൗട്ട്സ് എല്ലാം കാണാൻ പറ്റും. ആപ്ലിക്കേഷനിൽ ഓൾറെഡി ആഡഡ് ആയിട്ടുള്ള വർക്കൗട്ട് എല്ലാം, അത്യാവശ്യം എല്ലാ വർക്കൗട്ടുകളും ഉണ്ട്. ഇതിൽ കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. ബാക്ക്, ചെസ്റ്റ്, ഷോൾഡർ, ലെഗ്, ഇങ്ങനെ എല്ലാ കാറ്റഗറിയും തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഡേ ചെസ്റ്റ് അല്ലേ, അപ്പൊ ഈ ചെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ചെസ്റ്റിൽ ക്ലിക്ക് ചെയ്ത ഇത്രയും വർക്കൗട്ടുകൾ നമുക്ക് ഇവിടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് നോക്കുകയും ചെയ്യാം. അല്ലാതെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യണമെന്നെങ്കിൽ ആഡും ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഇൻക്ലൈൻഡ് അമ്പിൾ പ്രസ് ഉണ്ട്, കേബിൾ ക്രോസ് ഓവർ, ചെസ്റ്റ് ഡിപ്സ്, ഡിക്ലൈൻ മെഷീൻ പ്രസ്, എന്നിട്ട് സെലക്ട് കൊടുക്കുക.